ഇപ്പം ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റ് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഫസ്റ്റ് ആമുഖമായിട്ട് വരുന്നത് നമ്മുടെ ഈ പ്രശ്നമാണ്. അതിൽ എഴുതിയത് എന്താ? ഇത് ഇംഗ്ലീഷിലുള്ളത്, ഞാനത് മലയാളം ആക്കി തർജ്ജമ ചെയ്തതാട്ടോ. ഇതിൽ എഴുതിയിട്ടുണ്ട്, കോൺസുലേറ്റ് തിരിച്ചറിഞ്ഞതുപോലെ നിരവധി സംഭവങ്ങളിൽ ഏജന്റുമാർ വിദേശത്ത് മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബങ്ങളെ അവരിൽ നിന്നും അന്യായമായി വലിയ തുകകൾ വാങ്ങിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. വളരെ വൃത്തികെട്ടൊരു വിഷയമാണ്. അതിനുള്ള കാരണം എന്താ വിചാരിച്ചാൽ, മയ്യത്തിൻ്റെ മുകളിൽ പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരുപാട് ഇടനിലക്കാർ, അതായത് ട്രാവൽസ് ആയിക്കോട്ടെ, ടൈപ്പിംഗ് സെൻറ്റർ ആയിക്കോട്ടെ, അതേപോലെ കാർഗോ കമ്പനി ആയിക്കോട്ടെ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവർ കമ്മീഷൻ വ്യവസ്ഥയിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഞങ്ങൾ 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ ഇവർക്ക് കുടുംബമുണ്ട്, വണ്ടി ഓടണം, വണ്ടിയിൽ പെട്രോൾ അടിക്കണം, അതേപോലെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ടാണ് ഇവർ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നത്. നിങ്ങളൊരു മയ്യത്ത് കയറ്റി അയക്കുന്നതിന് ഇത്ര റുപ്യ എടുക്കുന്നുണ്ട്, മാന്യമായിട്ട് ഇവർക്ക് പറയാം. പക്ഷേ അങ്ങനെയല്ല എവിടെയും കാണുന്നത്. ഞങ്ങൾ 1 റുപ്യ വരെ എടുക്കാതെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും 2 വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ പറയുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരോട് പറയും, എന്നാൽ നാളെ മുതൽ നിങ്ങൾ കയറ്റി അയക്കോ ഇവിടുന്ന് മയ്യത്ത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. മയ്യത്ത് ഇവിടുന്ന് കയറ്റി അയക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളറിയാത്തതുകൊണ്ടാണ്. എല്ലാവർക്കും പേടിയാണ് ഇതിനെ പറ്റിയിട്ട്. ഇവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. 1 രൂപ പോലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ നന്മ മാത്രം പ്രതീക്ഷിച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. നേരെ മറിച്ച് ഞങ്ങൾ ഒരു മയ്യത്ത് കയറ്റി അയക്കുമ്പോൾ 100-200 ദിർഹംസ് ഞങ്ങളെ പെട്രോളിൻ്റെ പൈസ, വണ്ടീൻ്റെ പെട്രോളിൻ്റെ പൈസയും, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഓടി നടക്കുന്നതിൻ്റെ പൈസയും, വീട്ടിലേക്ക് ചിലവിനുള്ള പൈസയൊക്കെ ഞങ്ങൾ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ടെന്ന് പറയുന്നത് ന്യായമാണ്. അങ്ങനെ പറയാതെ എടുക്കുന്നിടത്തോളം കാലം അത് വലിയ തെറ്റാണ്. ശരിയാണോ തെറ്റാണോ?